ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചോക്കറും അതിന് മാച്ചായിട്ടുള്ള കമ്മലുമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ തിരിക്കുന്ന ഗുളികയുടെ കവറാണ് കേട്ടോ. ഇത് ഞാൻ ഡേറ്റ് കഴിഞ്ഞ ഗുളികയാണ്. പിന്നെ നമുക്ക് നെയിൽ പോളിഷ് വേണം. പിന്നെ ചോക്കർ ചെയ്യാനായിട്ട് ഇതുപോലത്തെ പേളിൻ്റെ ചെയിൻ വേണം. പിന്നെ കുന്തൻ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഹെയർ ബാൻഡിൻ്റെയൊക്കെ ബാക്കിൽ വയ്ക്കുന്ന ഒരു ഷീറ്റാണിത്. പിന്നെ സ്റ്റോൺ ചെയിൻ എടുത്തിട്ടുണ്ട്, ബോൾ ചെയിൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സ്റ്റഡ് ബേസ്, ഐപ്പിന്, അതുപോലെ കൊളുത്ത്, സൈഡ് റിങ്, ഇത്രയൊക്കെ ഐറ്റംസാണ് വേണ്ടത്. അതിന് തന്നെ നമുക്കിതാ നമ്മുടെ ഗുളികയുടെ കവറുമ്പോൾ നെയിൽ പോളിഷ് ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് 3 എണ്ണമാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. നല്ല പോലെ ശ്രദ്ധിച്ച് ചെയ്യുക. നമ്മൾ ഇതുപോലെ ഒന്നിങ്ങനെ കൊടുക്കുക. വീണ്ടും വീണ്ടും അതുമ്പോൾ ചെയ്യരുത്. വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഒരു ഇതിൽ കിട്ടില്ല, ഒരു കട്ട കുത്തിയ പോലെ നിൽക്കും. അപ്പോൾ അതുപോലെ ചെയ്യാം. ഒന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അതുപോലെ ശ്രദ്ധിച്ച് ചെയ്യാം. സൈഡിലൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ കട്ട് ചെയ്ത് കളയണതാണ്. അപ്പോൾ 3 എണ്ണം നമുക്കിതുപോലെ ചെയ്തെടുക്കണം, കമ്മലിനും നമ്മുടെ ചോക്കറിനും വേണ്ടിയിട്ട്. ഇപ്പോൾ 3 എണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം വൈറ്റ് കളർ നെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ അത് അതിൻ്റെ മുകളിലൊന്ന് അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വാർണിഷ് ആയാലും മതി. അപ്പോൾ ഒരു ഗ്ലേസിങ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത്. നമ്മുടെ നെയിൽ പോളിഷ് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം ഇതൊന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് ഡ്രൈ ആക്കാൻ മാറ്റി വയ്ക്കാം. നല്ലപോലെ ഡ്രൈ ആയതിന് ശേഷം മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കാരണം നമ്മളല്ലെങ്കിൽ ഇങ്ങനെ പോയാലും നമ്മുടെ കൈയൊക്കെ അതുമ്പോൾ ടച്ചാകും. അപ്പോൾ അതൊക്കെ നെയിൽ പോളിഷ് അറിയാലോ, പെട്ടെന്ന് അത് മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം ചെയ്യുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ബാക്ക് കവറിലെ ഗുളിക കളഞ്ഞതാണ്, അത് ഞാൻ കാണിച്ചില്ല. ഇനി മെഡിസിനൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കാണിച്ചില്ല. ഇനി നമുക്കിതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതിനാണ് ഞാൻ ആ ഷീറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഗ്ലൂ ഒന്ന് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു കവറൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. മെഡിസിൻ്റെ ആ കവറൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ സ്റ്റോണുകൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സ്റ്റോണുകൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യത്തെ ലെയർ നമ്മുടെ ഈ ഒരു കവറിൻ്റെ മുകളിലായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് ഒട്ടിക്കുമ്പോൾ മനസ്സിലാവും. നന്നായിട്ട് ഗ്ലൂ ഒന്ന് അതിനോട് ചേർത്ത് വെച്ചിട്ട് നമ്മൾ അതുമ്പോൾ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ഫസ്റ്റ് ലെയർ അതുമ്പോൾ തന്നെ ഒട്ടിച്ചു കൊടുക്കുക, ഗുളികയുടെ കവറുമ്പോൾ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ സ്റ്റോൺ ചെയിനാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഫസ്റ്റ്. അപ്പോൾ ഗ്യാപ്പില്ലാതെ നമ്മളൊന്ന് അടുപ്പിച്ച് കൊടുത്തിട്ട് ഒട്ടിക്കുക, എങ്കിലേ അത് കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. സ്റ്റോണുകൾ തമ്മിലുള്ള ഗ്യാപ്പ് ഒന്ന് കുറഞ്ഞാലാണ് ഭംഗി ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഒട്ടിക്കുമ്പോൾ സ്റ്റോണൊന്ന് അടുപ്പിച്ച് വെച്ച് കൊടുക്കുക. ഇതുപോലെ ആ ഒരു നമ്മുടെ ഗുളികയുടെ കവറിൻ്റെ മുകളിലേക്കായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ബാലൻസ് വരുന്നത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അതുപോലെ നല്ല എളുപ്പത്തിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഓരോ മോഡൽസ് ഞാനും ഇതിനു മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്ത് തരാം. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. നല്ല അടിപൊളി മോഡലുകളായിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഓരോ ഐറ്റംസൊക്കെ വെച്ച് നമുക്ക് ഓരോ ജ്വല്ലറിയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഹെയർ ആക്സസറീസും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള മോഡൽസൊക്കെ ഇതിനു മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പോയി ചാനലിൽ കയറി ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്ത് തരിക. ചെയ്ത് നോക്കുക, നിങ്ങൾക്കും പറ്റും ഇതുപോലെയൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ബോൾ ചെയിനാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ബോൾ ചെയിനും അതേപോലെ തന്നെ ഒന്ന് അടുപ്പിച്ച് കൊടുത്തിട്ട് ഒട്ടിക്കുക. ആ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ അടുപ്പിച്ചൊന്ന് ഗ്യാപ്പ് ഇല്ലാണ്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിട്ട വീഡിയോയിൽ എംബ്രോയിഡറി മെറ്റീരിയലും അതുപോലെ ഹെയർ ആക്സസറീസിൻ്റെ മെറ്റീരിയലൊക്കെ വെച്ചിട്ടാണ് ഇയറിങ്സ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ ഹെയർ ആക്സസറീസിന് വാങ്ങിച്ച് ചിലപ്പോൾ ഒരു ഐറ്റം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ബാലൻസ് അടുത്തൊരു ഐറ്റം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കത് വെച്ച് വേറെ എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. അതായത് നമുക്ക് വെറുതെ വേസ്റ്റാക്കി കളയേണ്ട ആവശ്യം വരില്ലല്ലോ. അതുപോലെ തന്നെ സ്റ്റോൺ ചെയിൻ്റെ, ബോൾ ചെയിൻ്റെ ഒക്കെ കട്ട് പീസുകളൊക്കെ ഉണ്ടാവും. നമുക്കതൊരു ജ്വല്ലറി ചെയ്യാനായിട്ട് തികയില്ല. അപ്പോൾ നമുക്കത് ഹെയർ ആക്സസറീസിൽ ഇപ്പോൾ ബോയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ കൊടുക്കാം. അങ്ങനെ ഹെയർ ബാൻഡിൻ്റെ സെൻറ്ററിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ ടിക്കും ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളൊന്നും വേസ്റ്റാക്കി കളയേണ്ട ആവശ്യം വരില്ല. നമുക്ക് യൂസ്ഫുള്ളായിട്ട് ചെയ്യാം. ഏത് രീതിയിലാണോ ചെയ്യാൻ പറ്റുന്നത്, വേസ്റ്റായിരിക്കുന്ന മെറ്റീരിയൽ യൂസ്ഫുള്ളാക്കി എടുക്കാൻ പറ്റുന്നത് അത് നമ്മൾ തന്നെ കണ്ടെത്തുക. അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതാണ്, വെറുതെ കളയേണ്ട കാര്യമില്ലല്ലോ.
ഇനി നമ്മൾ കുന്തൻ സ്റ്റോണാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. റൗണ്ട് ഷേപ്പിലുള്ള സ്റ്റോൺ അതിൻ്റെ ചുറ്റും ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പീസ് എടുക്കേണ്ടത് ഇത്തിരി വലിയ സൈസ് എടുക്കുക. 2 സൈസിൽ വരുന്നുണ്ട്, ചെറിയ സൈസും വരുന്നുണ്ട്. അപ്പോൾ വലിയ സൈസിൽ തന്നെ ഒട്ടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോണ് അതിൽ നിൽക്കില്ല, പുറത്തേക്ക് തള്ളി നിൽക്കും. അപ്പോൾ വലിയ സൈസുള്ള പീസ് എടുത്തിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ഫെൽറ്റ് ഷീറ്റിൻ്റെ പീസാണ് ഇത്. നമുക്ക് ഹെയർ ബാൻഡിൻ്റെ ഒക്കെ ബോയൊക്കെ ചെയ്യുമ്പോൾ ബാക്കിലോട്ട് കൊടുക്കാനുള്ളതാണ്. അതുപോലെ തന്നെ ടിക്കിൽ ഒക്കെ നമ്മൾ ഈ ഒരു പീസിലേക്ക് സ്റ്റോണുകളൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മളതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. കൂടുതലും ഹെയർ ബാൻഡിലേക്കൊക്കെയാണ് കേട്ടോ ഈ പീസ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഇനി നമ്മൾ ഫുള്ള് നമുക്ക് സ്റ്റോൺ ഒട്ടിച്ചിട്ട് കാണാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റഡിൻ്റെ ആയാലും ചെയിൻ്റെയും ആ സെൻറ്ററിൽ വരുന്ന ആ ഒരു പീസ് ഇതാ കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ബാലൻസ് ആ തള്ളി നിൽക്കുന്നതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ 3 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഇത് മോതിരം വരിക, നല്ല ഭംഗിയുണ്ട്. അത് നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് മോതിരത്തിൻ്റെ ബേസിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾ നമ്മുടെ സ്റ്റഡിൻ്റെ ബേസ് എടുക്കുക, അതിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നമ്മളൊന്ന് കുത്തി കോർത്തെടുക്കാം. അതിനുശേഷം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കമ്മലിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ അത് വലിയ സൈസാണല്ലോ, അപ്പോൾ നമ്മുടെ കാതിൻ്റെ മുകളിലേക്ക് കമ്മൽ കയറി നിൽക്കും. അപ്പോൾ അങ്ങനെ വരരുത്, ഇതിങ്ങനെയാവുമ്പോൾ താഴത്തേക്കായിട്ട് നിൽക്കും. അങ്ങനെ ചെയ്യണം. അപ്പോൾ 2 കമ്മൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചെയിൻ നെക്ലസ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് സെൻറ്ററിലായിട്ട് നമ്മളിതാ ഗ്ലൂ ഒന്ന് കൊടുത്തിട്ട് നമ്മുടെ ഐപ്പിന്നൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചെയിൻ അതിൽ കോർത്തിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോ സൈഡിൽ 2 എണ്ണം വെച്ചിട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ. അപ്പോൾ സെൻറ്റർ കറക്റ്റ് നോക്കിയിട്ട് തന്നെ നമ്മൾ പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു സൈഡിലേക്ക് 2 എണ്ണം, അതുപോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കും കറക്റ്റ് അതേ ലെവലിൽ തന്നെ 2 എണ്ണം ഒട്ടിച്ചു കൊടുക്കുക. ഇതൊക്കെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ ചെയിനൊക്കെ അതിലേക്ക് കോർത്തിടുക, അല്ലെങ്കിൽ ഉണങ്ങിയില്ലെങ്കിൽ നമ്മളത് അകത്തുമ്പോൾ ഒക്കെ നീങ്ങിപ്പോവും, ലെവലൊക്കെ തെറ്റിപ്പോവും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ ഒരു പീസും കൂടി ഒട്ടിച്ചു കൊടുക്കണം. സെയിം അതേ സൈസിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. കാരണം നമ്മൾ ആ പിന്നൊന്നും നമ്മൾ പുറത്തേക്ക് കാണാൻ പാടില്ല. അപ്പോൾ അതിന് കറക്റ്റ് അതേ സെയിം സൈസിലുള്ള ഷീറ്റ് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് ഉണങ്ങാനായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ അത് ഉണങ്ങി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ചെയിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. പേൾ ചെയിൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ലെവലല്ലാന്നുണ്ടെങ്കിൽ നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ. അപ്പോൾ കറക്റ്റ് ലെവലിൽ തന്നെ ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്കിത് ഇതുപോലത്തെ ചെയിനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് കറക്റ്റ് സൈസിന് 4 പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ചോക്കറാണ്, അപ്പോൾ ഒരുപാട് ലെങ്ത്തിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല, നിങ്ങൾക്ക് മാല പോലെ ഇടാനാണെങ്കിൽ ലെങ്ത്തിൽ തന്നെ കട്ട് ചെയ്യുക. അപ്പോൾ ഒരു സൈഡിലേക്ക് ഞാൻ 2 പീസ് വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ലെവൽ ചെയ്ത് ഒരേ രീതിയിൽ തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 4 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നമ്മുടെ ഐപ്പിനെ ജസ്റ്റ് ഒന്ന് അകത്തിയിട്ട് നമ്മൾ ഈ ചെയിൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് 2 സൈഡും. അപ്പോൾ ഇതൊക്കെ അകത്തുമ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടില്ലെങ്കിൽ അത് ഊരിപ്പോരും അതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഡ്രൈ ആയതിന് ശേഷം മാത്രം ചെയ്യാൻ പറയുന്നത്. ഇനി നമ്മളിതാ ഈ പേൾ ചെയിൻ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക, ഊരിപ്പോകാത്ത രീതിയിൽ നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. രണ്ടും ഒരേ സൈഡിൽ 2 എണ്ണം വെച്ചിട്ട് തന്നെ ചെയ്യാം. നിങ്ങൾക്കിത് ഒരു ലെയറായിട്ടും ചെയ്യാം. ഭംഗി 2 ലെയറിൽ ചെയ്യുന്നതാണ്. നമ്മൾ ചോക്കറൊക്കെ ചെയ്യുന്നത് 2 ലെയറിൽ ചെയ്യുന്നതായിരിക്കും ഭംഗി. സെയിം ഇതേ രീതിയിൽ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചെയ്തപ്പോൾ ഒരു ഇത്തിരി ലെങ്ത്ത് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കഴുത്തിന് എത്ര ലെങ്ത്ത് വേണം എന്നുള്ളതൊന്ന് മെഷർ ചെയ്തിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ സൈഡിലേക്ക് കൊളുത്തിട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ 2 സൈഡിലും നമ്മൾ ഒരു സൈഡ് റിങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ലെവലില്ല, ഒരു പേളൊക്കെ നമുക്ക് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെയ്യാം. ഇതാ നമ്മൾ സൈഡ് റിങ് എടുത്തിട്ട് 2 പേളിൻ്റെയും ആ ഒരു ഹോൾ ഉണ്ടാവും അതിൻ്റെ അറ്റത്ത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ സൈഡ് റിങ് കോർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു സൈഡിൽ മറ്റേ സൈഡ് റിങ്ങിൻ്റെ ഉള്ളിൽ നമുക്ക് കൊളുത്തിടണം. പിന്നെ ചോക്കറായതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണികളുടെ ആവശ്യമില്ല, ഒറ്റ സൈഡ് റിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. അപ്പുറത്തെ സൈഡിൽ നമ്മൾ സൈഡ് റിങ് ഇട്ട് കൊളുത്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെയിനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കമ്മലും ചെയിനും നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയണം. ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ നമുക്കിനി അതിൻ്റെ 3 കൂടിയിട്ടുള്ള ഒരു ഫൈനൽ ലുക്ക് ഒന്ന് നോക്കാം. ഇതുപോലെയാണ് മാല കിട്ടുന്നത്. കണ്ടോ, കമ്മലും മാലയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഒരെണ്ണം കൂടി ചെയ്ത് നമുക്ക് മോതിരമായിട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി പുതിയൊരു ഐറ്റമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.